PCOS റിലേറ്റഡ് ഹെയർ ഫോൾ ആൻഡ് ഹെയർ തിന്നിങ്. റീപ്രൊഡക്റ്റീവ് ഏജ് ഗ്രൂപ്പ് ഫീമെയിൽസിൽ വളരെ കോമൺ ആയിട്ട് കാണുന്ന ഒരു കണ്ടീഷനാണ് PCOS, അതായത് പോളിസിസ്റ്റിക് ഓവേറിയൻ സിൻഡ്രോം. എങ്ങനെയാണ് PCOS ഹെയർ ഫോളിനെ എഫക്റ്റ് ചെയ്യുന്നത്? ഫീമെയിൽസിൽ ആൻഡ്രോജനിക് ഹോർമോൺ ലെവൽസ്, അതായത് ടെസ്റ്റോസ്റ്റെറോൺ PCOSന്റെ ടൈമിൽ കൂടുതലായിരിക്കും. ടെസ്റ്റോസ്റ്റെറോണിന്റെ ഒരു ബൈ പ്രൊഡക്റ്റ് ആണ് DHT, അതായത് ഡൈഹൈഡ്രോ ടെസ്റ്റോസ്റ്റെറോൺ. ഇത് ഹെയർ ഫോളിക്കിൾസ് ആയിട്ട് അറ്റാച്ച് ആവും. ഇവൻച്വലി ഹെയർ ഫോളിക്കിൾ ഷ്രിങ്കേജ് നടക്കും. അതുകൊണ്ട് തന്നെ ഹെയർ ഫോൾ ആൻഡ് ഹെയർ തിന്നിങ്ങിൽ റിസൾട്ട് ചെയ്യും. എന്താണ് ഇതിന്റെ ട്രീറ്റ്മെന്റ്? ജനറൽ സിംറ്റംസ് ഓഫ് PCOS, അതായത് ഒരു അൺയൂഷ്വൽ വെയിറ്റ് ഗെയിൻ, അല്ലെങ്കിൽ ഒരു അൺയൂഷ്വൽ ബോഡി ഹെയർ ഗ്രോത്ത്, ഫേഷ്യൽ ഹെയർ ഗ്രോത്ത്, ഒരു മിസ്ഡ് അല്ലെങ്കിൽ ഡിലേഡ് പീരിയഡ്സ്, ഈ വക സിംറ്റംസ് കാണുകയാണെങ്കിൽ ഒരു ഗൈനക്കോളജിസ്റ്റ് ആയിട്ട് കൺസൾട്ട് ചെയ്യുക. അവരുടെ എക്സ്പെർട്ടൈസ്ഡ് ഒപ്പീനിയൻ ആൻഡ് അഡ്വൈസ് ഫോളോ ചെയ്യാം. കൂടാതെ നമുക്ക് മറ്റ് മെയിൻ്റനൻസ് തെറാപ്പീസ് ഓൾസോ സപ്പോർട്ടീവ് തെറാപ്പി ആയിട്ട് എടുക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ PRP, GFCs, അല്ലെങ്കിൽ DHT ബ്ലോക്കേഴ്സ്, അല്ലെങ്കിൽ ഹെയർ സീറം റിച്ച് ഇൻ മിനോക്സിഡിൽ, അതുപോലെ തന്നെ ഒരു ബാലൻസ്ഡ് ഡയറ്റ്. Always remember, consult a gynecologist before going for a maintenance therapy.